പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ സുക്കൂൺ കേന്ദ്രങ്ങളാകാനാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. സ്വന്തം വീടും മാതാപിതാക്കളെയും വിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ നമുക്കൊരു അമാനത്താണ്. അവളെ മകളായി കാണാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ കുടുംബബന്ധം സാധ്യമാകുന്നത്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധമായ വാക്കുകളാണ് വലിയ വിള്ളലുകളുണ്ടാക്കുന്നത്. മരുമക്കളോട് സംസാരിക്കുമ്പോൾ നാളെ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടെ താഴെ പറയുന്ന 3 കാര്യങ്ങൾ നാം ഒഴിവാക്കിയേ തീരൂ. ഒന്നാമതായി, താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. മറ്റുള്ളവരുമായി അവളെ താരതമ്യം ചെയ്യുന്നത് വലിയ പാപമാണ്. മൂത്ത മരുമകളെ കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടിക്ക് എന്തു ഭംഗിയാണ്, നിനക്കതില്ലല്ലോ തുടങ്ങിയ വാക്കുകൾ അവളെ വല്ലാതെ നോവിക്കും. അല്ലാഹു ഓരോരുത്തർക്കും നൽകിയ കഴിവ് വ്യത്യസ്തമാണ്. രൂപത്തെ കളിയാക്കുന്നത് സ്രഷ്ടാവിനെ കളിയാക്കുന്നതിന് തുല്യമാണെന്ന് നാം ഓർക്കണം. രണ്ടാമതായി, മാതാപിതാക്കളെയും കുടുംബത്തെയും ആക്ഷേപിക്കരുത്. ഇതാണ് ഏറ്റവും വലിയ ക്രൂരത. ചെറിയ വീഴ്ചകൾ കാണുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് ഇതൊന്നും പഠിപ്പിച്ചു തന്നില്ലേ, നിന്റെ ഉമ്മയ്ക്ക് മര്യാദ അറിയില്ലേ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിൽ ഗുരുതരമായ തെറ്റാണ്. ഒരാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായി, നിത്യജീവിതത്തിലെ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. ഭക്ഷണത്തെയും കുട്ടികളെ വളർത്തുന്നതിനെയും ചൊല്ലിയുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം. എൻ്റെ ഉമ്മ വയ്ക്കുന്ന രുചി നിന്റെ ഭക്ഷണത്തിനില്ല, നിനക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല തുടങ്ങിയ വാക്കുകൾ ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസം തകർക്കും. ഭക്ഷണത്തെ നബി ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ വിഷയങ്ങളിൽ അവൻ നിനക്ക് എന്തു വാണി തന്നു എന്ന് ചോദിച്ചിടപെടുന്നതും അനഭിലഷണീയമാണ്. പ്രിയപ്പെട്ടവരെ, നാക്കുകൊണ്ടുള്ള മുറിവ് ഉണങ്ങാൻ പ്രയാസമാണ്. തെറ്റുടൽ സ്നേഹത്തോടെ തിരുത്തിക്കൊടുക്കുന്നവരാകുക. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.